ഞങ്ങൾക്ക് ഏതെങ്കിലും ഒരു മതത്തെക്കുറിച്ച് ഒരു വിരോധവുമില്ല, പ്രത്യേകിച്ച് ഒരു മതത്തോട് താല്പര്യവുമില്ല. ഞങ്ങളിവിടെ ക്രിസ്തീയ പാട്ടാണ് പാടിയതെങ്കിലും ഞങ്ങൾ ക്രിസ്തു മതത്തിന്റെ വക്താക്കളല്ല. ക്രിസ്തു മതക്കാർ തമ്മിൽ ഭയങ്കര അടിയാണ്. അതുകൊണ്ട് ക്രിസ്തു മതക്കാരുടെ ആളുകളല്ല ഞങ്ങൾ. പിന്നെ മറ്റു മതങ്ങളോട് വിരോധവുമില്ല. കാരണം മിക്ക മതങ്ങളിലും ഒരുപാട് നന്മകളുണ്ട്, പക്ഷേ തിന്മകളുമുണ്ട്. മതങ്ങളുടെ ഒരു തിന്മയാണ് ഈ 40 പേർ മരണത്തിനിടയാക്കിയത്. കാരണം ഈ കൊന്ന ആളുകൾ പറയുന്നത് അവരുടെ ജാതിക്കാരൊഴിച്ച് ബാക്കി ആളുകളെ കൊല്ലുന്നത് ദൈവത്തിന് ഇഷ്ടമാണ്. അങ്ങനെ കൊല്ലാനിടയായാൽ അവർക്ക് പരലോകത്തിൽ പോകാൻ, മോക്ഷത്തിലെത്തുവാൻ കഴിയും എന്നാണ് ഈ ചാവേറായ മനുഷ്യൻ അവസാനം ഒരു വീഡിയോ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടാണ് മരിച്ചത്. അയാൾ പറഞ്ഞത് ഞാൻ ഇപ്പോൾ സ്വർഗത്തിൽ എത്തിക്കഴിഞ്ഞിരിക്കുമെന്നാണ്. അപ്പോ ആ മതത്തിൽ പെടാത്ത ആളുകളെ കൊല്ലുന്നതിനാൽ അവർക്ക് സ്വർഗം കിട്ടുമെന്നാണ് ആ മതം പഠിപ്പിക്കുന്നത്. അത് മതത്തിന്റെ ഒരു ദൂഷ്യവശമാണ്. മതങ്ങൾക്ക് നല്ല വശങ്ങളുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. ഇവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് കൂടുതലും മതങ്ങളാണ്. ക്രിസ്തു മതക്കാർ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കി. കേരളത്തിലെ ആദ്യത്തെ കോളേജ് കോട്ടയം CMS കോളേജാണ്. അവിടെയാണ് ഞാൻ പഠിച്ചത്. അതുപോലെ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസത്തിന് സ്വാതന്ത്ര്യം അത് മിഷണറിമാരാണ് നൽകിയത്. ആദിവാസികളും അതുപോലെ അവർണരുമായിട്ടുള്ള ആളുകൾക്ക് വിദ്യാഭ്യാസ സ്വാതന്ത്ര്യം നൽകിയതിൽ മിഷണറിമാർക്ക് വലിയൊരു പങ്കുണ്ട്. അപ്പൊ ക്രിസ്ത്യൻ മിഷണറിമാരുടെ സേവനങ്ങൾ, ഹിന്ദുക്കളുടെ സ്കൂളുകൾ, അവരുടെ ആശുപത്രികൾ, മുസ്ലിങ്ങളുടെ കോളേജുകൾ, ആശുപത്രികൾ, അങ്ങനെ വിദ്യാഭ്യാസ രംഗത്തും ആതുര സേവന രംഗത്തും എല്ലാ മതങ്ങളും വളരെ നല്ല നിലയിൽ പ്രവർത്തിച്ചിട്ടുണ്ടെന്നുള്ളത് നമുക്ക് മറക്കാൻ സാധിക്കില്ല. അപ്പോൾ എല്ലാ മതങ്ങൾക്കും ചില നല്ല ഗുണങ്ങളുണ്ട്, എന്നാൽ കുറെ ദോഷവശങ്ങളും ഉണ്ട് എന്നുള്ളത് നമുക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. മൊത്തത്തിൽ മതങ്ങളുടെ ഉപദേശം ഒന്നാണ്. അത് നല്ലതാണെന്ന് നമുക്ക് തോന്നും. കാരണം മതങ്ങളൊക്കെ പഠിപ്പിക്കുന്നത് മനുഷ്യൻ പാപിയാണ്, നരകയോഗ്യനാണ്, മരണശേഷവും ജീവിതമുണ്ട്. മരണശേഷമുള്ള ജീവിതം ഭദ്രമാക്കണമെങ്കിൽ ഇവിടെ നന്നായി ജീവിക്കണം. ഇതാണ് മതങ്ങളുടെ ഉപദേശം. ഞങ്ങളുടെ ഉപദേശം അതല്ല. ഇവിടെ നന്നായി ജീവിക്കുക, നന്നായി ചിന്തിക്കുക, നന്നായി നോക്കുക, നന്നായി കേൾക്കുക, നന്നായി പറയുക, നന്നായി കാണിക്കയിടുക, നന്നായി തീർത്ഥയാത്ര നടത്തുക, നന്നായി നോമ്പുകളും നമസ്കാരങ്ങളും ഒക്കെ നടത്തുക, നന്നായി പ്രാർത്ഥിക്കുക, നന്നായി ആരാധിക്കുക, പിന്നെ പശ്ചാത്തപിക്കുക, പരോപകാരം ചെയ്യുക. ഇതൊക്കെയാണ് മരണശേഷമുള്ള ജീവിതം ഭദ്രമാക്കാൻ മിക്ക മതങ്ങളും പഠിപ്പിക്കുന്നത്. പിന്നെ വഴിപാടുകളിലൊക്കെ അല്പം വ്യത്യാസമുണ്ട്. ചിലര് വെജിറ്റേറിയൻ ആയിട്ടുള്ള സാധനങ്ങൾ ദൈവത്തിന് ഇഷ്ടമെന്ന് പറയുമ്പോൾ വേറെ ചിലർ നോൺ വെജിറ്റേറിയൻ പറയാറുണ്ട് എന്ന് മാത്രം. തീർത്ഥയാത്രയുടെ സ്ഥലങ്ങൾ ചിലർ പടിഞ്ഞാറാണെന്ന് പറയുന്നു, ചിലർ കിഴക്കാന്ന് പറഞ്ഞു, ചിലർ വടക്ക്, ചിലർ തെക്ക്. അങ്ങനെ ദിക്കുകളുടെ ചില വ്യത്യാസം എന്നുള്ളതൊക്കെ ഒഴിച്ചാൽ തത്വത്തിൽ മതങ്ങൾ പറയുന്ന ഒന്നാണ്, മതം ഏതായാലും മനുഷ്യൻ നന്നാകണം, നമ്മൾ നന്നാകണം, സ്വയം നന്നാകണം. നമ്മൾ നല്ലത് ചിന്തിച്ച്, ധ്യാനിച്ച്, പറഞ്ഞ്, കേട്ട്, നമ്മൾ പ്രവർത്തിച്ച്, നമ്മൾ പ്രാർത്ഥിച്ച്, നമ്മൾ പശ്ചാത്തപിച്ച് നമ്മൾ നന്നാകണം. ഇതാണ് സ്വർഗത്തിൽ പോകാനായി മതങ്ങൾ ഉപദേശിക്കുന്നത്. പക്ഷെ ഞങ്ങൾ പറയുന്നത്, ചുരുക്കി പറയാമല്ലോ, നമുക്ക് നന്നാകാൻ സാധിക്കത്തില്ലെന്നാണ്. പശ്ചാത്താപം എന്നൊക്കെ പറയുന്നത് വെറും സാഹചര്യത്തിന് അധിഷ്ഠിതമാണ്. ഞാൻ കേരളത്തിലെ 44 ജയിലുകളിൽ സുവിശേഷം പറയാനായിട്ട് നമ്മുടെ പിണറായി സർക്കാരിന്റെ ഫോട്ടോ പതിച്ച ഐഡന്റിറ്റി കാർഡോട് കൂടിയ അംഗീകാരമുള്ള ഒരാളാണ്. സെൻട്രൽ ജയിൽ ഉൾപ്പെടെ കേരളത്തിലെ 44 ജയിലുകളിലും പോകാനുള്ള സാങ്ഷൻ സാധാരണ പോയി സുവിശേഷം പറയാറ്. അവിടെ എല്ലാ മതത്തിൽപ്പെട്ട ആളുകളുമുണ്ട്. അവിടെ ഹിന്ദുക്കളുണ്ട്, മുസ്ലിങ്ങളുണ്ട്, അവിടെ
അച്ഛന്മാരുണ്ട്, മെത്രാന്മാരും അവിടെ ഉണ്ട്, മത നേതാക്കളുണ്ട്, മതത്തിന്റെ ഉപദേഷ്ടാക്കളുണ്ട്, എല്ലാ മതത്തിൽപ്പെട്ട ആളുകളും ഈ ജയിലിൽ ഉണ്ട്. ഞങ്ങൾ അവരോട് സുവിശേഷം പറയുന്നവരാണ്. എന്തിനാണ് കേരള ഗവൺമെന്റ് ഇവർക്ക് ഭക്ഷണം നൽകി, ഇവർക്ക് നല്ല ഷെൽട്ടർ നൽകി, ഇവരെ അവിടെ കുളിപ്പിച്ച്, അല്ലെങ്കിൽ ഇവർക്ക് കുളിക്കാനും TV കാണാനും പത്രം വായിക്കാനും വിശ്രമിക്കാനും സൗകര്യങ്ങൾ നൽകി, പണ്ടത്തെ ഗോതമ്പുണ്ടിയൊക്കെ മാറ്റി ചപ്പാത്തിയും ചിക്കനും ഒക്കെ നൽകി അവരെ പരിപാലിക്കുന്ന എന്തിനാണ്? പശ്ചാത്താപം ഉണ്ടാകും. ഭാര്യയോടും മക്കളോടും അച്ഛനോടും അമ്മയോടും ഒക്കെയുള്ള ബന്ധം ഒന്ന് വിച്ഛേദിച്ച് ഒറ്റയ്ക്ക് കഴിയാനിടയായാൽ അവർക്ക് പശ്ചാത്താപം ഉണ്ടാകുമെന്നാണ് ഇവരുടെ ധാരണ. പക്ഷെ നിങ്ങൾക്ക് ഒരു കാര്യം അറിയാമോ? ഒരു തെറ്റുകൊണ്ട് പെട്ടെന്നുണ്ടായ ഒരു കോപത്തിന് ഒരു കുത്തുകുത്തി ഒരു കൊലക്കേസ് പ്രതിയായി അതിന്റെ പേരിൽ ജയിലിൽ ചെല്ലുന്നയാൾ തിരിച്ചിറങ്ങുമ്പോൾ ഒരു 10 തെറ്റുകളെങ്കിലും പഠിച്ചുകൊണ്ടാണ്. അവന് കള്ളമാറ്റ് എങ്ങനെ നടത്താം അത് പഠിക്കുന്നു, കഞ്ചാവ് എങ്ങനെ ഉത്പാദിപ്പിക്കാം അത് പഠിക്കുന്നു, പോക്കറ്റടി എങ്ങനെ നടത്താം അത് പഠിക്കുന്നു, വ്യഭിചാരം എങ്ങനെ നടത്താം പിടിക്കപ്പെടാതെ അത് നടത്തും, അബോർഷൻ എങ്ങനെ നടത്താം അത് പഠിക്കുന്നു. അപ്പോൾ കള്ളനോട്ടടിക്കാൻ എങ്ങനെ സാധിക്കും അത് പഠിക്കുന്നു. അപ്പൊ നമ്മുടെ കേരളത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞതേ ഉള്ളൂ, എനിക്ക് പരിചയമുള്ള അതേ ഉള്ളൂ. ഒരു തെറ്റിനാണ്, അതിന് പശ്ചാത്തപിക്കാനാണ് ഇഷ്ടനെ ജയിലിലാക്കിയതെങ്കിൽ കുറഞ്ഞതൊരു 10 ഭീകരമായ തെറ്റുകളെങ്കിലും പഠിച്ചുകൊണ്ടാണ് പുള്ളിക്കാരൻ പുറത്തേക്ക് ഇറങ്ങുന്നത്. നിങ്ങൾക്കിത് മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു. പശ്ചാത്തപിക്കാനാണ് ഇവനെ ജയിലിലാക്കിയത്, നല്ല പൗരനായി തിരിച്ചു വരാനാണ്. പക്ഷേ അവൻ പോയതിന്റെ 10 മടങ്ങ് മോശമായിട്ടാണ് ജയിലിൽ നിന്ന് അവൻ തിരിച്ചു വരുന്നത്. പൊട്ടുപഴുത്തൊന്നോ രണ്ടോ ആളുകൾ വല്ല പ്രാർത്ഥനയൊക്കെ കേട്ട് മാനസാന്തരപ്പെടുന്നുണ്ടായിരിക്കാം, 1%. ബാക്കി മുഴുവൻ പേരും മറ്റനേക തെറ്റുകൾ പഠിച്ചിട്ട് അത് പഠിച്ച് പാസ്സായി PhD എടുത്താണ് ഇറങ്ങി വരുന്നത്. അപ്പൊ പശ്ചാത്താപ പ്രായശ്ചിത്തം എന്നുള്ളത് പ്രായോഗികമല്ല, അത് സാഹചര്യത്തിന് അധിഷ്ഠിതമാണ്. സാഹചര്യം മാറുമ്പോൾ പശ്ചാത്താപമൊക്കെ മാറും. പിന്നെ പരോപകാരമേ പുണ്യം, പാവങ്ങളെ സഹായിക്കുക. ക്രിസ്തുമതക്കാരും പറയുന്നത്, യേശു പറഞ്ഞു പോലും, ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു, ഞാൻ ദരിദ്രനായിരുന്നു, വിശന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷണം തന്നു, ദാഹിച്ചു, നിങ്ങൾ കുടിക്കാൻ തന്നു, ഞാൻ ജയിലിലായിട്ട് നിങ്ങൾ എന്നെ വന്നു കണ്ടു. അപ്പൊ ആളുകൾ ചോദിക്കുന്നു, നിന്നെ ഞങ്ങൾ എപ്പോൾ കണ്ടു? അപ്പൊ യേശു പറഞ്ഞു, എന്റെ നാമത്തിൽ ഈ ചെറിയവന് ചെയ്തതല്ല എനിക്ക് ചെയ്തു. അപ്പൊ ഇവരെ കൊടുക്കുന്ന വ്യാഖ്യാനം, ക്രിസ്തുമതക്കാർ കൊടുക്കുന്ന വ്യാഖ്യാനം, സമൂഹത്തിലെ ദരിദ്രർക്ക് സഹായം ചെയ്താൽ അത് സ്വർഗത്തിൽ പോകാനുള്ള മാർഗമാണെന്ന്. പക്ഷേ യേശു പറഞ്ഞത് അതല്ല. കാരണം മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 49-ാം വാക്യത്തിൽ താഴെ എഴുതിയിട്ടുണ്ട്, ശിഷ്യൻ എന്ന് വെച്ച് ഈ ചെറിയവരിൽ ഒരുത്തന്നെ ഒരു പാനപാത്രം തന്നെ കുടിപ്പാൻ കൊടുത്താൽ പ്രതിഫലം കിട്ടാതെ പോകത്തില്ല. അപ്പൊ യേശു തന്റെ ശിഷ്യന്മാരെ സുവിശേഷം അറിയിക്കാൻ വേണ്ടി 2 ആയിട്ട് അയച്ചു. അവരോട് പറഞ്ഞു, നിങ്ങള് ചെരുപ്പെടുക്കേണ്ട, വസ്ത്രമെടുക്കേണ്ട, നിങ്ങള് പൈസ കൈ കരുതണ്ട, നിങ്ങൾക്ക് പോകുന്ന വഴിക്കെല്ലാം കിട്ടും, നിങ്ങൾ പോകുന്ന വഴിക്ക് എല്ലാം കിട്ടും, നിങ്ങളെ ആളുകൾ സ്വീകരിക്കാനുണ്ടാവും, നിങ്ങൾക്ക് 100 വീടുകളുണ്ടാവും എന്ന് യേശു പറഞ്ഞിട്ടാണ് യേശു പറഞ്ഞത്, ശിഷ്യനെന്ന് വെച്ച് ചെറിയവരിൽ ഒരുത്തന് ഒരു പാനപാത്രം തന്നെ കുടിപ്പാൻ കൊടുത്താലും പ്രതിഫലം കിട്ടാതെ വരത്തില്ല എന്ന് പറഞ്ഞാൽ, എന്റെ നാമത്തിൽ, നാമം എന്ന് പറഞ്ഞാൽ ദൈവത്വം എന്നാണ്. ഹിന്ദുക്കള് നാമം ജപിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ സ്തുതിക്കുക എന്നാണ്, നാമം എന്ന് പറഞ്ഞാൽ ദൈവത്വം എന്നാണ്. അപ്പോൾ എന്റെ നാമത്തിൽ എന്നെ ദൈവം എന്ന് വിശ്വസിച്ച് ഒരു പാനപാത്രം തണ്ണീര് എന്റെ ശിഷ്യന്മാർക്ക് കുടിക്കാൻ കൊടുത്താൽ പ്രതിഫലം കിട്ടാൻ വരത്തില്ല. അപ്പോൾ
എന്നെ ദൈവമെന്ന് വിശ്വസിച്ച് എന്റെ ശിഷ്യന്മാരെ വീട്ടിൽ സ്വീകരിക്കുകയും അവർക്ക് ഭക്ഷണം നൽകുകയും അവരുടെ വാക്കുകൾ കേട്ട് മാനസാന്തരപ്പെടുകയും ചെയ്യുന്ന ആളുകൾ സ്വർഗത്തിൽ വരും എന്നാണ് യേശു പറഞ്ഞത്. അല്ലാതെ സമൂഹത്തിലെ പാവങ്ങളെ സഹായിച്ചാൽ, സമൂഹത്തിൽ പാവങ്ങളാകുന്നത് മിക്ക പേരും കള്ളുകൂടി കൊണ്ടാണ്. കള്ളുകുടിയനായ ഒരു മനുഷ്യന് ഇപ്പൊ, കാരണം നമ്മുടെ പൈസ മുഴുവൻ ബംഗാളികൾ കൊണ്ടുപോവാണ്. കേരളത്തിന്റെ വരുമാനം മുഴുവൻ ഊറ്റിക്കൊണ്ടുപോകുന്ന ബംഗാളികളാണ്. കാരണം അവർക്ക് ഒരു 800 രൂപ ഒക്കെ കൂലിയാണ്. നമ്മുടെ ഇവിടെ പണിക്ക് ആളുകൾ വന്നാൽ, എന്റെ വീട്ടിൽ ഒരു ചെറിയ പണി ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ എൻ്റെ അടുത്തുള്ള ആളുകളെ വിളിച്ചു, കൂലി ചോദിച്ചില്ല. 4 ദിവസം കഴിഞ്ഞ് ഒപ്പം നേരത്തെ അവനോട് പറയാണ് 1500 രൂപ വെച്ചാണ് കൂലി. എൻ്റെ ഒരു പഴയ വീട് ഒന്ന് നന്നാക്കിടായിരുന്നു. അവിടുത്തെ ചെളിയൊക്കെ ഒന്ന് കഴിഞ്ഞ പ്രാവശ്യത്തെ വെള്ളത്തിൽ അതിന് കുറച്ച് കേടു സംഭവിച്ചു. അപ്പോൾ ഉടനെ കുറെ ഓടൊക്കെ ഒന്ന് മാറ്റണമായിരുന്നു, ഒന്ന് കഴുകണം. ഇതൊക്കെയാണ് ജോലി, വലിയ കട്ടിപ്പണിയാണ്. 1500 രൂപ 4 ദിവസം. ഞാൻ പറഞ്ഞു, ഞാന് കൂലി ചോദിക്കാതെ ആക്കിയത് എന്റെ തെറ്റാണ്, ഞാനല്ല നിങ്ങളെ വിളിച്ചത്, മറ്റേ പണിക്കാരൻ കൂട്ടിക്കൊണ്ട് വന്നതാണ്. അയാൾക്ക് 800 രൂപയുണ്ട്. ഈ മേസ്തിരിക്ക് ഉള്ളിയും കൊട്ടുപിടിയും ചുറ്റുകയും മെഷീൻ വാളുമായിട്ട് വന്നവന് 800 രൂപയുണ്ട്. അവന് ഹെൽപ്പ് ചെയ്യാൻ വന്നവൻ 1500. അവനൊരു രാഷ്ട്രീയ പാർട്ടിക്കാരൻ. ഞാൻ പറഞ്ഞത് മോശമാണ്, ഞാൻ തരും, പക്ഷേ ഞാനും എൻ്റെ അപ്പനും എൻ്റെ വല്യപ്പനും ഇവിടെ ജനിച്ചവരാണ്, നിങ്ങൾ കാണിക്കുന്നത് മോശമാണ്. ഉടനെ അവൻ പറഞ്ഞു, എന്നാൽ 1200, 250. ഞാൻ പറഞ്ഞു 800 രൂപയാണ് മെയിൻ മേസ്തിരിക്കുള്ള പണി. അയാളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നിങ്ങൾ അയാൾ കൂട്ടിക്കൊണ്ട് ഞാൻ വിളിച്ചതുമല്ല, അതുകൊണ്ട് അത്രയും തന്നെ തന്നേക്കാം എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവൻ ശ്രമിച്ചു. അവൻ കുറച്ച് കൊണ്ടുവന്ന് 1000. ഞാൻ പിന്നെ 4000 രൂപ 4 ദിവസത്തേക്ക് അവന് കൊടുത്തു. കേരളക്കാരന് അത്രയും പൈസ വേണ്ട. ഈ പൈസ കൊണ്ട് നമ്മൾ കുടിക്കുകയാണ്. അതാ ഞാൻ പറഞ്ഞത്, ഇവന്റെ ഭാര്യയ്ക്ക് ഒരു സാരി മേടിച്ചു കൊടുക്കുകയോ കൊച്ചുങ്ങൾക്ക് ഒരു നിക്കർ ഉടുപ്പ് മേടിച്ചു കൊടുക്കുകയോ ചെയ്യുവാണെങ്കിൽ നമുക്ക് അത് സഹിക്കാം. ഇവൻ നേരെ ഷാപ്പിലേക്ക് പോവുകയാണ്. അതായി വരച്ചു വെച്ചിരിക്കുന്നത്. അവനൊരു മോട്ടോർ സൈക്കിൾ മേടിക്കുകയാണ്, നല്ല കാര്യം. പണിക്ക് മോട്ടോർ സൈക്കിളെ വരട്ടെ, സ്കൂട്ടറേ ഇല്ല, മുഴുവൻ അവൻ ഷാപ്പിൽ കൊടുക്കുകയാണ്. ബംഗാളികൾ ഒരു കടുങ്ങാപ്പി ഒരു കടയിൽ നിന്ന് കുടിക്കത്തില്ല. അവൻ കിട്ടുന്ന പൈസ അവൻ വീട്ടിൽ അയച്ചു കൊടുക്കും. മനസ്സിലായോ? അപ്പോ ബംഗാളികളുടെ ഗൾഫാണ് കേരളം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു വന്നത് പരോപകാരത്തിന്റെ കാര്യമാണ്. പരോപകാരം എന്ന് പറയുന്നത് അതും വാസ്തവത്തില് വർഗസ്നേഹമാണെന്ന് പറയും. വർഗസ്നേഹം. കാരണം ഈ ജലപ്രളയം ഉണ്ടായ കാലത്ത് പരോപകാരം കൊടി നോക്കിയ പരോപകാരം. ഇവിടെ തുണികൾ കൊണ്ടുപോയി, അരി കൊണ്ടുപോയി, ഭക്ഷണസാധനം കൊണ്ടുപോയി അവരുടെ ആളുകൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ ചുമലക്കൊടിക്കാർ താമസിക്കുന്നിടത്ത്, പച്ചക്കൊടിക്കാർ പച്ച താമസിക്കുന്നിടത്ത്, കാവിക്കൊടിക്കാർ കാവി ആളുകൾ താമസിക്കുന്നിടത്ത്. അത് നമ്മൾ നന്നായി കണ്ടതാണ്. അപ്പൊ പരോപകാരം കൊണ്ട് സ്വർഗത്തിൽ പോകാന്നുള്ളതൊന്നും പറയണ്ട, അത് നമ്മൾ കണ്ടതാണ്. പ്രിയപ്പെട്ട ഒരു കാക്കയെ സഹായിക്കുന്നു, കാറിയാൻ മറ്റേ കാക്ക ഓടുകയും, ഒരു ഉറുമ്പയെ സഹായിക്കുന്നു, ഒരു പട്ടിയെ സഹായിക്കുന്നു, ഒരു പാമ്പ് ഒരു പാമ്പിനെ സഹായിക്കുന്നു. അതുകൊണ്ട് ഈ ജീവികൾ സ്വർഗത്തിൽ പോകില്ല. മനുഷ്യനെ സഹായിക്കേണ്ടവനാണ്, സഹായിക്കുന്നു. അതുകൊണ്ട് സ്വർഗത്തിൽ പോകത്തില്ല. യേശു പറഞ്ഞു, പാപികളും പാപികളെ സഹായിക്കും. നോ, അത് വർഗസ്നേഹം മാത്രമാണ്. അപ്പൊ പശ്ചാത്താപം കൊണ്ട് സ്വർഗത്തിൽ പോകത്തില്ല, പരോപകാരം കൊണ്ട് സ്വർഗത്തിൽ പോകത്തില്ല, ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നതുകൊണ്ടോ വസ്ത്രം കൊടുക്കുന്നതുകൊണ്ടോ സ്വർഗത്തിൽ പോകത്തില്ല. പ്രിയപ്പെട്ടവരെ, ലോകത്തിലെ മതങ്ങൾ ഇങ്ങനെയുള്ള ഭോഷത്വങ്ങളാണ് പഠിപ്പിക്കുന്നത്, വിവരക്കേടുകളാണ്. കാരണം വിവരമില്ലാത്ത മനുഷ്യന്റെ തലയിൽ ഉദിച്ചതാണ്. എന്നാൽ സൃഷ്ടാവായ ദൈവം, ബുദ്ധിമാനായ ദൈവം, സ്വർഗത്തിലെ ദൈവം മനുഷ്യനായി ഭൂമിയിൽ വന്നൊരു മാർഗം പറഞ്ഞു. അത് രക്ഷിതാവിന്റെ മാർഗമാണ്. ലോകത്തിലെ ഒരു മതത്തിലും, നിങ്ങൾക്കറിയാമോ, 120 മതങ്ങളുണ്ട് ഈ ലോകത്തിൽ. പ്രബലമായി 120 മതഗ്രന്ഥങ്ങളുണ്ട്. ഈ 120 മതഗ്രന്ഥങ്ങളിൽ ഒരിടത്ത് ഒരു രക്ഷിതാവില്ല.
നിങ്ങള് ഒരു അന്യമതസ്ഥനോട് ചോദിക്കണം, നിങ്ങൾ ഇന്ന മതക്കാരനാണ്, നിങ്ങളുടെ രക്ഷിതാവ് ഏതാണ്? അവർ ചോദിക്കും രക്ഷിതാവ് എന്നാ രക്ഷിതാവ്? രക്ഷിതാവൊന്നുമില്ല. ലോകത്തിലെ ഒരു മതത്തിലും രക്ഷിതാവില്ല. എന്നാൽ ഞങ്ങൾ പ്രസംഗിക്കുന്ന ബൈബിളിൽ, ഞങ്ങൾ വിശ്വസിക്കുന്ന ബൈബിളിൽ, ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുക്രിസ്തുവിൽ ഒരു രക്ഷിതാവുണ്ട്. കാരണം ലോകത്തിലെ മതങ്ങളെല്ലാം നിങ്ങൾ പശ്ചാത്തപിച്ച്, നിങ്ങൾ പ്രാർത്ഥിച്ച്, നിങ്ങൾ നല്ലത് ചെയ്ത്, നല്ലത് നോക്കി, നല്ലത് കേട്ട്, നന്നായി കാണിക്കയിട്ട്, നിങ്ങൾ നന്നായി പശ്ചാത്തപിച്ച്, നിങ്ങൾ പരോപകാരം ചെയ്ത് നിങ്ങൾ സ്വർഗത്തിൽ പോകാൻ നോക്കുക എന്ന് പഠിപ്പിക്കുമ്പോൾ, എന്ന് പറഞ്ഞാൽ അവർ പന്ത് നമ്മുടെ കോർട്ടിലിടുക, അവര് തല ഊരുക, പന്ത് നമ്മുടെ കോർട്ടിലിടുക. ഒരു ക്രിസ്തീയ വീട്ടിലൊരു മരണം നടന്നാൽ പാട്ട് പാടാൻ ആള് വരും. എന്താ പാടുന്നത്? മരണം വരും ഒരു നാൾ, ഓർക്കുക മർത്തിയാനി, കൂടെ പോരും നിൻ ജീവിത ചെയ്തുകൾ, സൽക്കർമ്മങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. മനസ്സിലായോ? മരണം വരും, നീ അത് ഓർക്കണം. അതുകൊണ്ട് എന്ത് ചെയ്യുക? നീ സൽക്കർമ്മം ചെയ്യുക. സ്ത്രീകൾ ആദ്യം പാടാൻ വരും, പിന്നെ പുരുഷന്മാര് പാടാൻ വരും, പിന്നെ പ്രായമുള്ള പുരുഷന്മാര് പാടാൻ വരും. എല്ലാവരും പാടുന്ന ഒന്ന് തന്നെ. ഞങ്ങളൊക്കെ ഇത് കേട്ട് മടുത്തിട്ടാണ് അവസാനം ഒരു തീരുമാനം എടുത്തത്. പ്രിയപ്പെട്ടവരെ, സൽക്കർമ്മം ചെയ്യുക, ഇതാണ് ഇവർ പറയുന്നത്. പന്ത് നമ്മുടെ കോട്ടിലേക്ക് തരിക, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും. നിന്റെ ജീവിത ചെയ്തുകളാ കൂടെ പോരുന്ന. ഞങ്ങളെ ചൊല്ലും ചൊല്ലിച്ചും ഞങ്ങളുടെ പാട്ടും പ്രാർത്ഥനയും ഒന്നും നിന്റെ കൂടെ പോരത്തില്ല. നിന്റെ ജീവിത ചെയ്തുകളാ പോരുന്നത്. അതുകൊണ്ട് നീ സൽക്കർമ്മം ചെയ്യുക. ഇതാണ് പറയാനുള്ളത്. എന്നാൽ ബൈബിൾ പഠിപ്പിക്കുന്ന ഒരു രക്ഷിതാവുണ്ട്. യേശു ഭൂജാതനായപ്പോൾ, ദൈവം മനുഷ്യാവതാരം ചെയ്തപ്പോൾ മാലാഖന്മാർ വന്നു പാടി, സർവ്വജനത്തിനുണ്ടാകുന്ന മഹാസന്തോഷം ഞാൻ സുവിശേഷിക്കുന്നു, നിങ്ങൾക്കായി ക്രിസ്തു എന്ന രക്ഷിതാവ് ദാവീദിന്റെ പുറത്ത് ജനിച്ചിരിക്കുന്നു. രക്ഷിതാവ് ജനിച്ചു, അതാണ് സുവിശേഷം. മനുഷ്യനെ രക്ഷിക്കാൻ ഒരു മാർഗവുമായിട്ട് ദൈവം രക്ഷിതാവായി ഭൂമിയിൽ വന്നു. യേശു എങ്ങനെ രക്ഷിതാവായത്? ചില വിചാരിക്കുന്നത് യേശു പറഞ്ഞു, ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കണം, രണ്ടുള്ളവൻ ഇല്ലാത്തവന് കൊടുക്കണം, ഒരു ചവിട്ടം തടിച്ചാൽ മറ്റേത് കാണിച്ചു കൊടുക്കണം. ഇതൊക്കെ പറഞ്ഞ് ആളുകൾക്ക് പിടിക്കാഞ്ഞിട്ട് യേശുവിനെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയെന്നാണ്. അല്ല, യേശു ഉപദേശം പറയാൻ വന്നതല്ല. ഉപദേശം പറഞ്ഞു എന്നുള്ളത് ശരിയാണ്, പക്ഷെ യേശു ഉപദേശം പറയാൻ വന്നതല്ല. യേശു നരകം അനുഭവിക്കാൻ വന്നതാണ്. യേശു ക്രിസ്തു രക്ഷിതാവായിരിക്കുന്നത് യേശു മനുഷ്യന്റെ ശിക്ഷയേറ്റു. അതുകൊണ്ടാണ്, ഒന്നുകൂടെ ഞാൻ പറയാം, യേശു മനുഷ്യന്റെ രക്ഷിതാവ് എന്ന് പറയുന്നത് യേശു മനുഷ്യന്റെ നരകശിക്ഷയേറ്റു. വേറെ ആരും മനുഷ്യൻ നരകശിക്ഷയേറ്റിട്ടില്ല. ഞങ്ങള് ആ മുതൽ ഇച്ഛ വരെയുള്ള ആളുകളുടെ കാര്യം ഞങ്ങൾ പറയാം. ഞങ്ങൾക്ക് അവരോട് ഒരു വിരോധമില്ല. ഗീബരേശു പുണ്യാള് തങ്കപ്പെട്ട മനുഷ്യനായിരുന്നു. കന്യാമറിയ നല്ലൊരു സ്ത്രീ ആയിരുന്നു. എവുപ്രാസാമ്മ, പിന്നെ നമ്മുടെ അൽഫോൻസാമ്മ, അതുപോലെ കാവറയച്ചൻ, കുഞ്ഞച്ചൻ നല്ല തങ്കപ്പെട്ട മനുഷ്യരായിരുന്നു. ഞാൻ പറഞ്ഞ ക്രിസ്ത്യാനികളുടെ ആളുകളെ പറഞ്ഞ വിരോധമില്ലല്ലോ, ഇനി ഒരു അതുകൊണ്ടാണ് നമ്മുടെ ആളുകളെ പറയുന്നത്. നല്ല മനുഷ്യരായിരുന്നവർ, നന്നായി ജീവിച്ചവരാണ്. പക്ഷെ അവരെ ആരെയും പിതാവായ ദൈവം ശിക്ഷിച്ചില്ല. നമുക്ക് പകരം യേശുവിനെ മാത്രമാണ് ശിക്ഷിച്ചത്. കന്യമറിയാമനെ അടിച്ചില്ല, ഈമോദീസിനെ അടിച്ചില്ല, യേശു തമ്പുരാനെയാണ് അടിച്ചത്. നമുക്ക് പകരം തുപ്പലേറ്റ്, നിന്നേറ്റ്, മുൾമുടി ചൂടേത്, അമ്മ നോക്കി നിൽക്കെ നഗ്നനായത്, വെള്ളം ചോദിച്ചപ്പോ കൈപ്പ് കുടിക്കാൻ കൊടുത്തത് യേശു ക്രിസ്തുവിനാണ്. നമ്മുടെ നരകമേറ്റാണ് യേശു മരിച്ചത്. യേശു വന്നത് നരകം അനുഭവിക്കാനാണ്. യേശു നമ്മുടെ നരകശിക്ഷയേറ്റു. അതുകൊണ്ടാണ് യേശു രക്ഷിതാവായിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ സന്ദേശം ലോകം മുഴുവൻ അറിയിക്കുന്നത്. നിങ്ങള് മതങ്ങൾ പറയുന്നത് നിങ്ങൾ നന്നായി ചിന്തിച്ച്, നന്നായി ധ്യാനിച്ച്, നന്നായി നോക്കി, നന്നായി കേട്ട് സ്വർഗ്ഗത്തിൽ പോകാൻ നോക്കിയ, എന്നാൽ ഒരു രക്ഷിതാവ് ഉണ്ടായിരിക്കുന്നു. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എന്റെ സുഹൃത്ത് ബിനുവിടെ പാട്ട് പാടി സ്വാതന്ത്ര്യം എവിടെയായിരുന്നു? 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. മഹാത്മാഗാന്ധി കൂട്ടരും അന്ന് തുടങ്ങി സകല ഫാക്ടറികളിലും സകല തോട്ടങ്ങളിലും പോയിട്ട് പറഞ്ഞു, സായിപ്പിനെ പേടിക്കേണ്ട, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഇനി സായിപ്പിനെ പേടിക്കേണ്ട, സായിപ്പിന്റെ വിട്ടു പോകട്ടെ, നിങ്ങൾ ആരും സായിപ്പിന്റെ അടിമകളല്ല എന്നുള്ളത് തോട്ടങ്ങളിൽ അറിയിച്ചു, ഫാക്ടറിയിൽ അറിയിച്ചു. ഇല്ലെങ്കിൽ സായിപ്പിനെ പിന്നെ ചൂഷണം ചെയ്യും. ഞങ്ങൾ ഇതേ പറയുന്നുള്ളൂ, മതങ്ങൾ നിങ്ങളെ ചൂഷണം ചെയ്യരുത്.
നിങ്ങളുടെ കാശ് വാങ്ങിച്ചുകൊണ്ട് നിങ്ങളെ ചതിക്കരുത്. യേശു സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു, അടിയേറ്റിരിക്കുന്നു, തുപ്പലേറ്റിരിക്കുന്നു, നഗ്നനായിരിക്കുന്നു, കയ്പ് കുടിച്ചിരിക്കുന്നു, നരകമേറ്റിരിക്കുന്നു, ഉയർത്തി ജീവിക്കുന്നു. യേശു ഇവിടെ ജീവിക്കുമ്പോഴാണ്, യേശു സർവജ്ഞാനിയായി ജീവിക്കുമ്പോഴാണ് മറ്റുള്ളവരുടെ പേര് പ്രാർത്ഥിക്കുന്നത്. യേശു ഇവിടെ ജീവിക്കുമ്പോഴാണ് ഗീവറീസയെ രക്ഷിക്കണമേ. യേശു ഇവിടെ ജീവിക്കുമ്പോഴാണ് തോമാച്ചാ രക്ഷിക്കണമേ, പത്രോച്ചാ രക്ഷിക്കണമേ. യേശു ഇത് കേട്ടോണ്ടിരിക്കുക. യേശു വിചാരിക്കുക ഇതന്നെ ഇവന്മാരി പ്രാർത്ഥിക്കുന്നത്. ഞാനിവിടെ കല്ലുണ്ട പോലെ ജീവിക്കുന്നു, സർവശക്തനായി ഞാൻ ജീവിക്കുന്നു, സർവജ്ഞാനിയായി. ഇവന്മാര് തോമസിനോട് പ്രാർത്ഥിക്കുന്നു, പത്രോസിനോട് പ്രാർത്ഥിക്കുന്നു. നോ, യേശുവിനോട് പ്രാർത്ഥിക്കാം. യേശുവാണ് നമ്മുടെ നരകശിക്ഷ ഏറ്റത്. യേശു ഉയർത്തി ജീവിക്കുന്നു, സർവ്വവ്യാപിയായി യേശു ജീവിക്കുന്നു, യേശു സ്നേഹിക്കുന്നു, യേശു വിളിക്കുന്നു. ഈ തിരിച്ചറിവ് ഞങ്ങൾക്കുണ്ടായപ്പോഴാണ് ഞങ്ങൾ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടായത്. ഞങ്ങൾ യേശുക്രിസ്തുവിനെ മാത്രം രക്ഷകനായി സ്വീകരിച്ചു. 100,000 പേരോട് പ്രാർത്ഥിക്കുന്നത് നിർത്തി. ജനുവരിയിൽ ഒരാളോട്, ഫെബ്രുവരി വേറൊരാളോട്, മാർച്ചിൽ വേറൊരാളോട്, ഏപ്രിൽ വേറൊരാളോട്, അങ്ങനെ മാറി പ്രാർത്ഥനയാണ്. അത് നിർത്തിയിട്ട് 12 മാസവും 365 ദിവസവും ഞങ്ങൾ യേശുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്നവരായി. കാരണം യേശു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. യേശു ഇവിടെ ഉണ്ട്. ഇത് കേട്ടോണ്ടിരിക്കുക. യേശു ഇത് കേട്ടോണ്ടിരിക്കുക. ആ യേശുവിനോട് മാത്രം ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു. യേശുവിനെ മാത്രം അനുസരിക്കാൻ തീരുമാനിച്ചു. യേശു പറഞ്ഞു, നിങ്ങൾ എന്റെ ശിഷ്യരാകുന്നെങ്കിൽ വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം. ഞങ്ങൾ വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടാനിടയായി. കൊച്ചുനാൾ ഞങ്ങളെ മാമോദിസ തളിച്ചതായിരുന്നു. അതൊന്നും ബൈബിളിലുള്ളതല്ല. അത് ഞങ്ങൾക്ക് ഒരു ഗുണവും ചെയ്തില്ല. ഞാൻ പറഞ്ഞല്ലോ, ജയിലിൽ മാമോദിസ ഏറ്റ പിള്ളേർ മാത്രമല്ല, മാമോദിസ കൊടുത്ത പുള്ളികളും മാമോദിസ കൊടുക്കാൻ പറഞ്ഞ് മാറി സിംഹാസനത്തിൽ ഇരുന്ന പുള്ളികളും ജയിലിൽ കോറമുണ്ട ചപ്പാത്തി കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുകൊണ്ട് ഈ മാമോദിസ ഒരാൾക്കും സ്വഭാവത്തിന് മാറ്റം വരുത്തുന്നില്ല. യേശു മാറ്റം വരുത്തും. കാരണം യേശു സൃഷ്ടാവാണ്. മനുഷ്യന്റെ പ്രശ്നം സൃഷ്ടി വൈകല്യമാണ്. ആദിമ പിതാവായ ആദാം പാപം ചെയ്തുകൊണ്ട് അവന്റെ പരമ്പരകളെല്ലാം പാപ സ്വഭാവമുള്ളവരായി ജനിക്കുക. നമ്മുടെ രാജ്യത്തെ പ്രബല മതം പഠിപ്പിക്കുന്നത് മനുഷ്യൻ ജന്മനാ ദേവനാണ്, ദേവിയാണെന്ന്. ക്രിസ്ത്യാനികൾ പഠിപ്പിക്കുന്നത് മനുഷ്യൻ മാലാഹക്കുഞ്ഞായിട്ടാണ് ജനിക്കുന്നത്, സാഹചര്യമാണ് അവനെ മോശമാക്കുന്നതാണ്. ഞങ്ങൾ പറയുന്നു മനുഷ്യൻ ജനിക്കുന്നത് പാപിയായിട്ടാണ്, അതുകൊണ്ടാണ് അവൻ പാപം ചെയ്യുന്നത്. ഈ പിള്ളേർ സ്കൂളിൽ പോകുന്നു. എനിക്ക് 3 മക്കളുണ്ട്. അവിടെ ചെന്ന് നല്ലൊരു പേന ഒരു ദിവസം അവൻ്റെ കാണുന്നു. നമ്മൾ ചോദിക്കുന്നു, പക്ഷേ എടാ ഈ പേന എവിടുന്ന? അവൻ പറയുന്നു, ഇത് വഴി കിടന്ന് കിട്ടിയത്. നിനക്ക് മാത്രം എങ്ങനെയാണ് വഴി കിടന്ന് കിട്ടിയത്? ഞാൻ നോക്കിയപ്പോ ഒരു കാട്ടിന്റെ അവിടെ പിന്നെ വഴി കിടന്ന് കിട്ടി. നാളെ എങ്ങാനും ഇത് വല്ല പിള്ളേരുടെ മോഷിച്ചാൽ നിന്റെ അടിച്ച് നിന്റെ തൊലി പൊളിക്കും കേട്ടോ. ഇല്ല, സത്യമായിട്ടും ഈശോ ആണ് സത്യം, വഴി കിടന്ന് കിട്ടിയ. പിറ്റേ ദിവസം ഉണ്ണിത്തൂക്കാലെ അവനെ സ്കൂളിൽ പിടിക്കുന്നു, അസംബ്ലിയിൽ അവനെ നിർത്തുന്നു. അപ്പനും അമ്മയും വന്നിട്ട് സ്കൂളിൽ വന്നാൽ മതിയെന്ന് പറയുന്നു. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, ഈ ചെറുക്കനെ മറ്റുള്ളവരുടെ പേന എടുക്കാൻ ഇവനെ ആര് പഠിപ്പിച്ചു? അവൻ കാണാതെ ബുദ്ധിപൂർവ്വം എടുക്കാൻ. 2 അപ്പനമ്മമാരോട് ഇത് വഴി കിടന്ന് കിട്ടിയാന്ന് പറയാൻ ഇവനെ ആര് പഠിപ്പിച്ചു? പ്രിയപ്പെട്ടവരെ, ലോകത്തിലെ സകല പണിയും വണ്ടി ഓടിക്കുന്ന ഡ്രൈവിംഗ് പഠിക്കണം. ഇവിടെ ടൈലറിംഗ് നടത്തുന്ന തയ്യൽ പഠിക്കണം. മനസ്സിലായോ? ലോകത്തിലെ ഏത് തൊഴിലും പഠിച്ചാലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷെ പാപം പഠിക്കണം. എന്ത് കുരുത്തക്കേടും ആളുകൾ ആരും പഠിപ്പിക്കാതെ ചെയ്തിരിക്കും. മനുഷ്യൻ പാപിയാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കട്ടെ. പാപികളെ രക്ഷിക്കാൻ, അവർക്ക് സ്വർഗം തരാൻ സ്വർഗത്തിലെ ദൈവം മനുഷ്യനായി ഭൂമിയിൽ വന്ന നമ്മുടെ നരകശിക്ഷയേറ്റ ഒരു മാർഗമൊരുക്കി യേശു ഉയർത്തി ജീവിക്കുന്നു. ആ യേശുക്രിസ്തുവിനെ രക്ഷകനും ദൈവവും കർത്താവുമായി സ്വീകരിച്ച് യേശുവിനെ അനുസരിച്ച് ആരാധിച്ച് വചനപ്രകാരം ബൈബിൾ അനുസരിച്ച് ജീവിക്കാനുള്ള ഒരു ധീരമായ സ്റ്റെപ്പ് എടുത്താൽ നിങ്ങളുടെ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത നിലയിൽ നിങ്ങളുടെ മദ്യപാനം നിങ്ങളെ വിട്ടുപോകും. നിങ്ങൾ ഒരാഴ്ചത്തെ 2 ആഴ്ചത്തെ ധ്യാനത്തിൽ നിന്ന് പോയി പട്ടിണി ഇരിക്കണം. ഒറ്റ നിമിഷം കൊണ്ട് നിങ്ങളുടെ മദ്യപാനം വിട്ടുപോകും, കോപ സ്വഭാവം വിട്ടുപോകും, നിങ്ങളുടെ വ്യഭിചാര സ്വഭാവം വിട്ടുപോകും, നിങ്ങളുടെ മോഷണ സ്വഭാവം വിട്ടുപോകും. യേശു സൃഷ്ടാവാണ്. പുതിയ സൃഷ്ടിയാക്കി നമ്മളെ മാറ്റുകയാണ്. നമ്മുടെ ജന്മവൈകല്യം മാറ്റുകയാണ്. പുതിയ സൃഷ്ടിയാക്കി മാറ്റുന്ന യേശുവിലേക്ക് നിങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ട്
ഒരാൾക്ക് ചന്ദ്രനിൽ പോകണമെങ്കിൽ അവന് വേറെ ഡ്രസ്സ് വേണം, അവന് വേറെ ഓക്സിജൻ വേണം, മനസ്സിലായി? എങ്കിലേ പോകാൻ പറ്റത്തുള്ളൂ. വേറെ വാഹനം വേണം, ചാന്ദ്രവാഹനം. മരണശേഷം സ്വർഗത്തിൽ പോകണമെങ്കിൽ ഇവിടെ വെച്ച്. എന്തിനാ? ഗൾഫിൽ പോകണമെങ്കിൽ പാസ്പോർട്ട് വേണം, വിസ വേണം, പ്ലെയിൻ ടിക്കറ്റ് വേണം, എല്ലാം നേരത്തെ സംഘടിപ്പിക്കണം. അതുപോലെ സ്വർഗത്തിൽ മരണശേഷം പോകണമെങ്കിൽ നാം ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ രക്ഷിതാവിനെ കൈക്കൊള്ളണം. സൽക്കർമ്മം ചെയ്താൽ പോലെ രക്ഷിതാവിനെ കൈക്കൊള്ളണം. ആ രക്ഷിതാവ് യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴി സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരം ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. ഇതൊക്കെ ബൈബിളിലുള്ള കാര്യമാണ്. പെന്തിക്കോസ്തുകാരുടെയും ബ്രദറുകാരുടെയും പുസ്തകത്തിലല്ല. നിങ്ങൾ വീട്ടിൽ ഭദ്രമായി സൂക്ഷിക്കുന്ന ആ പുസ്തകത്തിൽ ഈ സാധനമുണ്ട്. അതെടുത്ത് വായിക്കാൻ തയ്യാറാകുക. യേശു ജീവിക്കുന്നു. ആ യേശുവിനെ സ്നേഹിക്കാൻ, അനുസരിക്കാൻ, ആരാധിക്കാൻ തയ്യാറാകുക. എങ്കിൽ നിങ്ങളുടെ കുടുംബം സ്വർഗമായി മാറും, നിങ്ങളുടെ മക്കൾ ഉന്നതരായിട്ട് മാറും, നിങ്ങളുടെ വീട് പറുദീസയായിട്ട് മാറും. പാട്ടും പ്രാർത്ഥനയുമുള്ള, ആത്മീക സ്വാതന്ത്ര്യമുള്ള, അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യമുള്ള ഒരു ജീവിതം നയിക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളത് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നിങ്ങളെ അറിയിച്ചുകൊണ്ട് ഇതുവരെ ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി അർപ്പിച്ചുകൊണ്ട്